ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ സ്ലിറ്റ് തയ്ക്കാനുള്ള പുതിയൊരു ഐഡിയ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബോഡി ക്ലോസ് ചെയ്ത് വരിക, അതേ സ്ലീവ് രണ്ട് സൈഡ് നമ്മൾ അടിച്ചു വരിക കേട്ടോ. പുതിയൊരു ഐഡിയ ആണ്, അധികം ആർക്കും അറിയാത്ത ഒരു ഐഡിയ ആണിത്. അപ്പോൾ അതായത് നമ്മൾ സ്ലീവിൻ്റെ അവിടെ തൊട്ട് കൈക്കൂടെ അതിൽ കൂടെ വന്ന് തയ്യൽ തുമ്പ് എത്രയാണോ അത്ര എടുക്കാം. പക്ഷേ സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് പാടുള്ളൂ കേട്ടോ. ചെസ്റ്റിനൊക്കെ നമുക്ക് 2 ഇഞ്ച് കൊടുക്കാം തയ്യൽ തുമ്പ്. നമുക്ക് പിന്നീട് നമുക്ക് ലൂസൊക്കെ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വേസ്റ്റിൻ്റെ അവിടെയൊക്കെ കൊടുക്കാം. അപ്പോൾ 21 ഇഞ്ചിൻ്റെ അവിടെയാണ് നമുക്ക് സ്ലിറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് കറക്റ്റായിട്ട് തയ്യൽ തുമ്പ് 1 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് അവിടെ കൊണ്ടുവന്നിട്ട് നല്ലവണ്ണം അതായത് റിപ്പീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക, ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഓക്കെ, ലോക്ക് സ്റ്റിച്ച് കൊടുത്ത ശേഷം നമ്മൾ മാറ്റിയിട്ട് കറക്റ്റ് അതിൻ്റെ താഴെ തന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പോൾ ലോക്ക് സ്റ്റിച്ച് നിർത്തിയില്ലേ, അതിൽ നിന്നും ഒരു 1/4 ഇഞ്ച് താഴെ തൊട്ടിട്ട് ഇങ്ങനെ അടിച്ച് വരിക. ഓക്കെ, 1/4 ഇഞ്ച് താഴെ തൊട്ടിട്ട് അടിച്ച് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്റ്റിച്ച് ലൂസായിരിക്കണം, വലിയ ലെങ്ത്തുള്ള സ്റ്റിച്ചായിരിക്കണം. നമ്മളുടെ സാധാരണ സ്റ്റിച്ചല്ല ഇടേണ്ടത്. അറിയാമല്ലോ നമുക്ക് ലൂസായിട്ടുള്ള സ്റ്റിച്ച് എങ്ങനെയാണ്, അതായത് ടെൻഷനൊക്കെ ഒരു 8 ആക്കുക, സ്റ്റിച്ച് ലെങ്ത്ത് മാക്സിമം വലുതാക്കിയിട്ടിടുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടെൻഷൻ കറക്റ്റ് ആക്കണം, അതുപോലെ തന്നെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് നോർമൽ ആക്കണം. ഓക്കെ, ഏത് മെഷീനിലാണെങ്കിൽ ഇത് ചെയ്യാട്ടോ, അതിന് മെഷീനൊന്നും ബാധകമല്ല. ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് അടിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ, കണ്ടോ? അതിൻ്റെ ഉൾവശമാണ് നമ്മളിപ്പോൾ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കണ്ടോളൂ, ഉൾവശം എടുത്തിട്ട് 2 സൈഡില്ലേ സാധാരണ സ്ലിറ്റിന് മടക്കുന്ന പോലെ ഒരു സൈഡിൽ നിന്ന് മടക്കി വരാം. ഇനിയിപ്പോൾ നമുക്കിത് കൂടിയെന്നും കുറഞ്ഞൊന്നൊന്നുമില്ല. നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പിലാണ് അടിച്ച് വന്നത്. എന്നിട്ട് മടക്കിയിട്ട് ആ തുമ്പ് വശം തുണിയോട് ഒരു സൈഡിൽ നിന്ന് ചെയ്ത് വരുന്ന കേട്ടോ. കണ്ടോ, ഇങ്ങനെ ചെയ്ത് വരിക. അതായത് തയ്യൽ തുമ്പ് നമ്മൾ 1 ഇഞ്ച് എടുത്തല്ലോ. അപ്പോൾ ആ 1 ഇഞ്ചിൽ ഉൾവശത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി വെച്ച് നമ്മൾ അടിച്ചു വരിക. അപ്പം നമ്മൾ എവിടെയാണോ സ്ട്രോങ് സ്റ്റിച്ച് കൊടുത്തത് അവിടെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നീഡിലിറക്കി പ്രഷർ ഫുട്ട് പൊക്കിയിട്ട് നമുക്ക് തിരിച്ചു വരണം കേട്ടോ. അങ്ങനെയാണ് നമുക്കിത് ചെയ്യേണ്ടത്. ഇതുപോലെ ഇങ്ങനെ വന്ന് എവിടെയാണോ ലോക്ക് സ്റ്റിച്ച് കൊടുത്തത് അവിടെ വരുമ്പോൾ നീഡിലിറക്കുക, പ്രഷർ ഫുട്ട് പൊക്കുക, നേരെ അപ്പുറത്തെ സൈഡിലേക്ക് വരിക. ഓക്കെ, അതിപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. നല്ല എളുപ്പമുള്ള വഴിയാണ് ഇത് സ്ലിറ്റ് ചെയ്യാനായിട്ട്. ഇത്ര എളുപ്പമുള്ള വഴി വേറെ ഇല്ല. ആക്ച്വലി കുറേ ആയിട്ട് സ്ലിറ്റ് കുർത്തി ഞാനിപ്പോൾ അടിയിടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോഴും മേലൈൻ തന്നെയാണ് കൂടുതൽ. നൈറ്റീസും മേലൈനും നൈറ്റീസ് എലൈൻ തന്നെ നമ്മുടെ ചുരിദാർ നമ്മളുടെ ചാനലിൽ കാണാൻ പറ്റുള്ളൂ. സ്ലിറ്റ് കുർത്തികൾ ഇപ്പോൾ ഇടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കൂടുതലും ട്രെൻഡുകൾ എലൈൻ കുർത്തീസ് ആയതുകൊണ്ടും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴേ നമുക്ക് എലൈനാണെങ്കിൽ പ്രശ്നമില്ല. ഇത്തിരി പാൻറ് ഇത്തിരി താഴെ ലെങ്ത്ത് താഴെ ഇറങ്ങിയാലും ഒന്നും പ്രശ്നമില്ല, നമുക്ക് ഹിപ്പ് കാണില്ല. അതുകൊണ്ട് ആ ഒരു രീതിക്ക് ആയതുകൊണ്ട് ഇത്തിരി വണ്ണമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് സേഫ്, കണ്ടോ? അപ്പോൾ ഇവിടെ നീഡിലിറക്കി പ്രഷർ ഫുട്ട് പൊക്കി നേരെ ഇവിടെ വന്നു. ആ തയ്യൽ തുമ്പിൽ കണ്ടോ ഇങ്ങനെ ഇപ്പുറത്തേക്ക് ഇവിടെ വന്ന് വെച്ച് അവിടെ വീണ്ടും ഇറക്കി നീഡിലിറക്കി പ്രഷർ ഫുട്ട് പൊക്കി വീണ്ടും വെച്ചു. അപ്പോൾ ഓൾറെഡി അപ്പുറത്തെ സ്ലിറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇപ്പുറത്തെ സൈഡുള്ളത് കണ്ടോ, അതിൻ്റെ ബാലൻസ് ഉള്ളത് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു വരിക. ഇതേപോലെ തന്നെ അപ്പുറത്തെ മറ്റേ സൈഡിലും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ചെയ്തിരിക്കുന്നത്, റൈറ്റ് സൈഡിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഈ രീതിയിൽ ഇതേപോലെ മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. കണ്ടോ, എളുപ്പമുള്ള മാർഗ്ഗമാണ്. ഇനി സ്ലിറ്റ് വളഞ്ഞു പോയിന്നോ ചുരുങ്ങിയെന്നോ ഒരവിടെ കൂടിയെന്നോ കുറഞ്ഞോ എന്നുള്ള പ്രശ്നം ഇത് വരില്ല. നമ്മൾ ലോക്ക് സ്റ്റിച്ച് ഇട്ട ശേഷം കൊടുക്കേണ്ട സ്റ്റിച്ച് വലിയ സ്റ്റിച്ച് ഇടുക. അതിനുശേഷം പിന്നെ നമ്മൾ ഇങ്ങനെ അടിച്ച് വരുമ്പോൾ നോർമൽ സ്റ്റിച്ച് തന്നെ ഇടാം. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി സംഭവം. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ഉള്ളവരൊന്നും ഇത് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. തുടക്കക്കാർക്കും കൺഫ്യൂഷൻ ഉള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള മാത്രമുള്ള വീഡിയോ ആണ്. മര്യാദയ്ക്ക് സ്ലിറ്റ് അടിക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്തോളൂ, നോ പ്രോബ്ലം. പുതുതായി തയ്യൽ പഠിക്കുന്നവരും പുറത്ത് പോകാതെ ഓൺലൈനൊക്കെ നോക്കി പഠിക്കുന്നവർക്കൊക്കെ ഇതൊരു 100% ഉപയോഗമുള്ളതായിരിക്കും. അപ്പം നമ്മൾ നോക്കിക്കേ, ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ സ്ലിറ്റ്, കണ്ടോ ഇങ്ങനെ കറക്റ്റാക്കി അവിടെയാണ് ലോക്ക് വന്നിരിക്കുന്നത്. നമുക്കിത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സീം റിപ്പർ എടുക്കുക, അല്ലെങ്കിൽ സ്റ്റിച്ച് റിമൂവർ എടുക്കുക. എന്നിട്ട് ആ നടുക്ക് നമ്മൾ വലിയ സ്റ്റിച്ച് കൊടുത്തില്ല, അത് ജസ്റ്റ് ഒന്ന് നൂലൊന്ന് കട്ട് ചെയ്ത് കളയുമ്പോൾ തന്നെ അത് വലിയ സ്റ്റിച്ചും ലൂസായ സ്റ്റിച്ച് ആയതുകൊണ്ട് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ പോരും അത്.
ഇങ്ങനെ ഒറ്റ വലിയങ്ങ് വലിച്ചാൽ മതി. അപ്പോൾ ലോക്കിൻ്റെ അവിടെ എത്തുമ്പോൾ പിന്നെ അവിടെ നിന്നോളും, കാരണം നമ്മളവിടെ ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. പിന്നെ ഈ സ്റ്റിച്ച് റിമൂവ് ചെയ്യാൻ പ്രയാസമൊന്നുമില്ല, ഒരൊറ്റ വലിയങ്ങ് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് പോരും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ചെയ്തു നോക്കണം. ഇത് എന്തായാലും ചെയ്തു നോക്കുക, വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇത്. ഈ ഒരു മെത്തേഡ് വളരെ എളുപ്പമാണത്, എല്ലാവരും ചെയ്തു നോക്കണം. ഇത് കണ്ടോ, എന്നിട്ട് ആ നൂലൊക്കെ ഒന്ന് എടുത്ത് കളയുക. ആ നൂലൊന്നും ഇടയിൽ വരില്ല കേട്ടോ, അതൊക്കെ നമുക്ക് എടുത്ത് കളയാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ സ്ലിറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ആ തുമ്പ് വശത്ത് വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. സാധാരണ നമ്മൾ ആ എഡ്ജിനൊരു സ്റ്റിച്ച് കൊടുക്കുമല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ കൊടുക്കാറുണ്ട്, കാരണം എന്താ പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സ്ലിറ്റ് ഒന്നിങ്ങനെ ഒരുപാട് ലെങ്ത്തുള്ള ടോപ്പാണെങ്കിൽ ഒന്ന് വളഞ്ഞിരിക്കും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് നീഡിലിറക്കി പ്രഷർ ഫുഡ് പൊക്കി വീണ്ടും ഇപ്പുറത്തേക്ക് തിരിച്ച് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ രീതിയിൽ ചെയ്യാം, എളുപ്പമുള്ള മാർഗ്ഗമാണ് ഇങ്ങനെ ചെയ്യണത്. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതേ കണ്ടല്ലോ, അപ്പോൾ ഈസി ആയിട്ട് നമ്മളിതേ സ്ലിറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തൊരു പെർഫെക്ഷനാണ് നോക്കി, എന്ത് എളുപ്പമാണ് നോക്കിക്കേ, കണ്ടോ. അപ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്